Meet the editors. ഒന്നാം പ്രതിയെ കണ്ടെത്താൻ വൈകിയതിൽ വീഴ്ചയോ എന്നാണ് ചോദ്യം. സുജയ, വീഴ്ചയുണ്ട് എന്നതിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2010 നടന്ന ഒരു കുറ്റകൃത്യമാണ്. ഇടത് കൈപ്പത്തി വെട്ടിമാറ്റി. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭീകര സംഘടന. അതിൽ ഭീകരവാദമടക്കമുള്ള കുറ്റങ്ങൾ വിചാരണ വേളയിൽ മറ്റു പ്രതികളുടെ വിചാരണ വേളയിൽ തെളിഞ്ഞതുമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇന്ന് രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഒരു ഭീകര സംഘടനയുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ എങ്ങനെയാണ് സവാദിന് ഇന്ന് കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് സവാദ് പിടിയിലാകുന്നത്. അവിടെ മരപ്പണിക്കാരനായി ഒളിവിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ആ ഒളിവിൽ കഴിയാൻ സഹായിച്ചതാരാണ് എന്നതിലേക്കടക്കം അന്വേഷണം പോകുന്നുവെന്ന് NIA വ്യക്തമാക്കുന്നു. സവാദിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വ്യക്തമാകണം. ആ വ്യക്തമാകലിലൂടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രതികൾ പുറത്തുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 13 വർഷം എന്ന് പറയുന്നത് ഒരു ദീർഘമായ കാലയളവ് തന്നെയാണ്. പ്രത്യേകിച്ചും ആ കൈപ്പത്തി വെട്ടുമാറ്റിയ അതിനുശേഷം സ്വന്തം ജീവിതത്തിൽ തന്നെ ഭാര്യയെ നഷ്ടപ്പെടുന്ന അങ്ങനെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ഒരു ദുരിത പർവ്വത്തിലാണ് ഇപ്പോഴും TJ ജോസഫ് എന്ന് പറയുന്ന ആ അധ്യാപകൻ നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഇന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഭീകരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനസ്ഥിതി എന്ന് പറയുന്നത് ആ കൈവെട്ടിയ ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതിന് പ്രേരിപ്പിച്ച ആളുകളുണ്ട്. അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആളുകളുണ്ട്. ചോദ്യപേപ്പറിലെ ഒരു ചോദ്യത്തിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് കണ്ടെത്തി അവനെ കൈവെട്ടിയേക്കൂ, കൈയല്ല തല തന്നെ വെട്ടിയേക്കൂ എന്ന തരത്തിൽ ആലോചിക്കുന്ന ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അത് കേരളത്തിൽ വളരുന്നുണ്ട് ചിലയിടങ്ങളിൽ എന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചൊക്കെ വലിയ കാര്യമായി സംസാരിച്ചല്ലോ. ഇവിടെ അരങ്ങേറിയത് അത് കേരളത്തിന് ഭൂഷണമായ ഒന്നല്ല, അത് കേരളം തിരിച്ചറിഞ്ഞതുമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയ നാസർ, സജൽ, നജീബ്, നൌഷാദ്, അയ്യൂബ്, മൊയ്തീൻ കുഞ്ഞ്, അതിൽ 3 പേർക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ ഗൂഢാലോചനയും ഭീകരപ്രവർത്തനവും വധശ്രമവുമാണ്. എന്നാൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒന്നാം പ്രതി സവാദിനെ കുറിച്ച് TJ ജോസഫ് പറയുന്നത് എന്റെ കൈ വെട്ടുന്നതിൽ കോടാലി കൊണ്ട് ഈ കാറിന്റെ ഗ്ലാസ് ഡോർ അടിച്ചു തുറന്ന് ഈ പുറത്തേക്കിട്ട് തന്നെ ഉപദ്രവിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച, നേരിട്ട് ആക്രമിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാളാണ് സവാദ് എന്ന് TJ ജോസഫ് തന്നെ സ്ഥിരീകരിക്കുന്നു. അക്കാര്യം തന്നെയായിരിക്കും അദ്ദേഹം അന്വേഷണ സംഘത്തോടും പറയാൻ പോകുന്നത്. അതിൽ അന്വേഷണം നടത്തി അയാളുടെ എത്രത്തോളം പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തട്ടെ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ആദ്യഘട്ട വിചാരണ പൂർത്തിയാകുന്നത് 2015 ഏപ്രിൽ 30-നാണ്. അന്ന് 37 പേരിൽ 11 പേരെ ശിക്ഷിക്കുന്നു, 18 പേരെ വെറുതെ വിട്ടയച്ചു. അതിനുശേഷം പിടികൂടിയ 11 പേരുടെ വിചാരണയാണ് കഴിഞ്ഞ വർഷം പൂർത്തിയാകുന്നത്. ഇവരും സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിയുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഈ പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശി സവാദ്, അയാൾക്ക് ഇത്രയും കാലം പല ഇടങ്ങളിലാണ്, കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്പോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഏരിയ ആയിരിക്കണം. അപ്പോൾ NIA 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും സവാദ് ഇങ്ങനെ കാണാമറയത്ത് തുടർന്നതിന് പിന്നിൽ അതിൽ കൃത്യമായ സഹായം വേണമല്ലോ. ആരുടെയും സഹായമില്ലാതെയൊന്നും സവാദിനിങ്ങനെ കേരളത്തിൽ തന്നെ ഒരിടത്ത് ഒരു ജോലിയൊക്കെ ചെയ്ത് വാടകയ്ക്ക് വീടെടുത്ത് കഴിയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചെങ്കിലും അതിൻ്റെ ചില എലമെന്റ്സ് ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പലയിടങ്ങളിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം NDF പേര് മാറി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആകുന്നു. അതിപ്പോൾ ഏത് തരത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിലേക്ക് കൂടി വെളിച്ചം വീശാൻ ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് എന്റെ ആദ്യഘട്ടത്തിലെ അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ചർച്ചയുടെ ഭാഗത്തിൽ അടുത്തത് പറയാം. രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റതിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ SDPI ആയിക്കൊള്ളട്ടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിക്കൊള്ളട്ടെ, സംഘപരിവാറിൻ്റെ എതിർദിശയിൽ നിൽക്കുന്നതാണ്. ഇവരെ കാണിച്ചിട്ടാണ് സംഘപരിവാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണെന്ന് നാളെ മുതൽ പ്രചരണം നടക്കാൻ പോവുകയാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാത്തത് കൊണ്ട് അതിന് നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും, രാവണനാണ് എന്ന് പറഞ്ഞു. അതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. നോക്കൂ, SDPIയുടെ വളർച്ച അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളർച്ചയും യഥാർത്ഥത്തിൽ ഈ RSSൻ്റെയും BJPയുടെയും വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ എടുക്കുന്ന നിലപാട് വെച്ച് മാധ്യമ രംഗത്ത് നിന്ന് തന്നെയുള്ള ആളുകളുടെ റിയാക്ഷൻസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് കൃത്യമായ രീതിയിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കാൻ യഥാർത്ഥത്തിൽ ഇല്ല. അവർക്ക് വേണ്ടത് മറുപക്ഷത്തെ വർഗീയത ശക്തിപ്പെടുത്തുകയാണ്. അതിനിടയിൽ നിങ്ങളാരാ മതേതരത്വം പറയാൻ? അത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അത് നീക്കം ചെയ്യും, ഞങ്ങൾ അപ്പുറത്ത് അവരുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തന്നെ ഈ സെക്റ്റിലുള്ള ഒരു വിഭാഗം ആളുകളുടെ നിലപാടെന്ന് കാണുമ്പോൾ എത്ര കണ്ട് വലിയ നിലയിൽ വർഗീയമായി നമ്മൾ വിഭജിക്കപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 13 വർഷം എന്നുള്ളതൊന്നുമല്ല. നിയമവ്യവസ്ഥയുടെ മുന്നിൽ ഒന്നാം പ്രതി സവാദ് 13 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അറസ്റ്റിലായിരിക്കുന്നു. നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. ഇനി
അയാളെ മാത്രം വിചാരണ ചെയ്യപ്പെടാൻ പോകണം. അയാൾ ശിക്ഷിക്കപ്പെടുമെങ്കിൽ അയാൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ അയാൾക്ക് ആ ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിൽ ഇതൊരു വലിയ വീഴ്ചയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ ചില പ്രതികൾക്ക് ചില ഇപ്പം നേരത്തെ സുജിയ പറഞ്ഞ പോലെ തന്നെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടാകാം. ആ സ്ലീപ്പിംഗ് ഇപ്പോൾ 2 വർഷത്തെ കാര്യം മാത്രമേ നമുക്കിപ്പോൾ വാർത്തകളിൽ നിന്ന് അറിയുള്ളൂ. മട്ടന്നൂരിൽ അയാൾ 1 വർഷം മുതൽ 2 വർഷം വരെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് അയാൾ പലയിടങ്ങളിലായി ഒളിവിലുണ്ട്. ചിലപ്പോൾ വിദേശത്ത് പോയിട്ടുണ്ട്, അയാൾ നേപ്പാളിൽ പോയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. അയാൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ NIA കണ്ടെത്തണം. ഒരു തിരിഞ്ഞ് നടത്തം യഥാർത്ഥത്തിൽ NIA നടത്തുമെന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. ഈ 13 വർഷം ആരൊക്കെ അയാളെ സഹായിച്ചു, എവിടെ നിന്നൊക്കെ അയാൾക്ക് സഹായം കിട്ടി, ഏതൊക്കെ രീതിയിലാണ് അയാൾ ഒളിവിൽ പാർത്തിരിക്കുന്നത്, ആ തിരിഞ്ഞ് നടത്തം ഒരുപക്ഷെ അയാളെ 13 വർഷം മുമ്പ് പിടിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഗുണകരമായേക്കാം. കൂടുതൽ ആളുകൾ അതിൽ ഉണ്ടായേക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു വിശാലമായ ക്യാൻവാസിൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ ഏജൻസിക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിക്ടർ ഹ്യൂഗോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു അധ്യാപകൻ ഒരു ഗ്രാമത്തിൽ വിളക്ക് തെളിയിക്കുന്നവനാണെങ്കിൽ ഒരു തീവ്രമായ മതചിന്തയുള്ള ഒരാൾ ആ വിളക്ക് അണയ്ക്കാൻ പര്യാപ്തനായ ഒരാളായിരിക്കും എന്നാണ്. ഈ മതം തീവ്രമായി തലയ്ക്ക് പിടിച്ചിരിക്കുന്ന 2 വിഭാഗം, അത് ഭൂരിപക്ഷ മതാത്മകതയാണെങ്കിലും ന്യൂനപക്ഷ മതാത്മകതയാണെങ്കിലും, അവരെടുക്കുന്ന തീരുമാനങ്ങൾ എത്രമാത്രം വൈകാരികവും മനുഷ്യത്വരഹിതവുമായിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു നമ്മൾ ജോസഫ് മാഷിൻ്റെ കാര്യത്തിൽ കണ്ടത്. 1-ാം പ്രതിയെ പിടികിട്ടിയില്ല. 1-ാം പ്രതിയെ ഇപ്പോൾ ഈ അശമന്നൂർ സവാദ് എന്ന് പറയുന്നയാളെ 2010 ശേഷം പല ഏജൻസികൾ തിരിഞ്ഞു. ദേശീയ ഏജൻസി NIA എല്ലാവിധമായ വലകളും എറിഞ്ഞു. ഏറ്റവും ഒടുവിൽ 10 ലക്ഷം രൂപയാണല്ലേ ധനസഹായം പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലും NIAക്ക് പിടികിട്ടാൻ സാധിച്ചില്ല. പക്ഷേ ഒടുവിൽ ഒരു ടിപ്പിൽ നിന്നാണ് കിട്ടുന്നത്, ഇവിടെയുണ്ട് അയാൾ എന്ന്. ഒരു ടിപ്പിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, അശമന്നൂർ സവാദിനെ പിടിക്കുന്നു. ഇതിൽ എന്നെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരാശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം, കേരളമടക്കമുള്ള സമൂഹങ്ങളിൽ ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ ഭീകരതയും തുല്യമായ അളവിൽ അതിഭീകരമായ വിധത്തിൽ തെരുവുകളിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണെങ്കിലും RSSൻ്റെ പ്രവർത്തകരാണെങ്കിലും പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്നത് നമ്മൾ കണ്ടു. അത് കേരളത്തിൽ അടുത്ത കാലത്ത് 2 വലിയ അപകടങ്ങളും 2 വലിയ കൊലപാതകങ്ങൾ കൂടി നമ്മൾ നേരിട്ട് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ഈ മനുഷ്യത്വരഹിതമായി മതാത്മകമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ എണ്ണം അത് ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും പെരുകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇത്രയും 13 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അശമന്നൂർ സവാദിനെ പിടിക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ കാര്യമായി തന്നെ ഞാൻ കാണുന്നു. എന്തായാലും 1-ാം പ്രതിയാണ്. ആ പ്രതി തന്നെയാണ് നേരിട്ട് ഈ മഴു കൊണ്ട് വെട്ടിയിരിക്കുന്നത്. വെട്ടിയ മഴു ഉപയോഗിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നതും അശമന്നൂർ സവാദാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ തൊണ്ടി മുതൽ നശിപ്പിച്ചിരിക്കുന്നതും അശമന്നൂർ സവാദാണ്. സവാദിന് പരമാവധി ശിക്ഷ കിട്ടും, നേരത്തെ ശിക്ഷ കിട്ടിയവരെ. മറ്റൊരു ചിത്രം കൂടി നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ കേരളത്തിൽ തന്നെയാണ് ഇവർ പുറത്തിറങ്ങുമ്പോൾ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരെ സ്വീകരിച്ചത്. എങ്ങനെയാണോ ബിൽക്കിസ് ബാനുവിൻ്റെ കൊലപാതകത്തിൽ പ്രതികൾ ശിക്ഷാവിധി ഇളവ് നേടി, വ്യാജമായ ശിക്ഷാവിധി ഇളവ് നൽകിക്കൊണ്ട് BJP MLA-മാരടക്കമുള്ളവർ അവരെ പുകഴ്ത്തിയിരുന്നത്, അതുപോലെയാണ് ഇവിടെയും ന്യൂനപക്ഷത്തിൻ്റെ വക്താക്കൾ ഈ കുറ്റകൃത്യം ചെയ്ത പ്രതികൾ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ പുഞ്ചിരിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അതൊരു മതേതര സമൂഹത്തിന് ഭൂഷണമല്ലാത്ത കാഴ്ചയാണ്. വിക്ടർ ഹ്യൂഗോ പറഞ്ഞത് തന്നെയാണ് ശരി. എന്തായാലും ജോസഫ് മാഷിന് സംഭവിച്ച നഷ്ടങ്ങൾ നികത്താൻ ഈ ഒരു നിയമ നടപടികൾക്ക് സാധിക്കില്ല. പക്ഷേ നിയമവാഴ്ചയിലുള്ള വിശ്വാസം ആ മനുഷ്യൻ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. മതാത്മകമായ സമൂഹത്തോട് കൃത്യമായ അകലം പാലിച്ച് മാഷ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാഷിനോട് ഒരിക്കൽ കൂടി ഐക്യപ്പെടുന്നു. അതേപോലെ ഇപ്പോഴെങ്കിലും പിടിക്കാൻ സാധിച്ചതിൽ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞതിൽ ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. ഈ PFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെ പിടികൂടാൻ NIAക്ക് ബോധപൂർവം ഒരു വീഴ്ച വരുത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ രാഷ്ട്രീയ കാരണങ്ങളുമില്ല. അത് ഈ പറയുന്ന പോലെ ഈ PFI പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിരോധിത സംഘടനയാണ്, പക്ഷേ അത് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ മാതിരി വേറൊരു രൂപത്തിലാണ്. ഈ കോൺഗ്രസും BJPയും CPM ഒന്നും പ്രവർത്തിക്കുന്ന പോലെ അതൊരു കേഡർ സംവിധാനമാണ്. ഒരു വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ കേഡർ സ്വഭാവത്തിൽ സൈനികരുടെ രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ വരും, എവിടെ സംഘടിക്കണമെന്ന് പറയും, എവിടെ ആക്രമിക്കണമെന്ന് പറയും. അപ്പോൾ ഈ ഒളിപ്പിക്കലും ഈ രൂപത്തിൽ നടന്നിട്ടുണ്ട്. PFI ഏത് ഘട്ടത്തിലാണ് നിരോധിച്ചതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സംഘടന ഇപ്പോഴുമുണ്ട്, SDPI ഉണ്ട്. ഈ സംഘടന പ്രവർത്തിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഇടപെടും. ആ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് തള്ളിക്കളയാവുന്ന വിഷയമായിരിക്കില്ല, പക്ഷേ ആ വിഷയം ഉന്നയിക്കുന്നവരായിരിക്കും. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വീഴ്ച വരുത്തുന്നിടത്ത് ഇവർ കയറി അതെ, അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന പല സാമൂഹ്യ പ്രവർത്തകർക്കും ഇവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അത്
അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാതെ ആണോ അതോ എന്തുകൊണ്ടാണ് ആ വിഷയം ഏറ്റെടുക്കുന്നത് ഇവരാണെന്നോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നവരാണോ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള സെമിനാർ നടത്തിയിരിക്കുന്നത് ഇവരാണ്. പരസ്യമായി വരില്ലല്ലോ. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ സെമിനാർ നടത്തിയിരിക്കുന്നത് ഇവരാണ്. അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല ഞാൻ പറഞ്ഞത്, SDPA നടത്തുന്ന പരിപാടികൾ. SDPA പോപ്പുലർ ഫ്രണ്ട് അത്തരം പരിപാടികൾ. പോപ്പുലർ ഫ്രണ്ട് തീവ്രമായി അവർ ഇരവാദമാണ് ഉന്നയിക്കുന്നത്. ഇരവാദം അവർ പറയുന്ന പല വിഷയങ്ങളും പ്രധാനപ്പെട്ടാണ് താനും. പക്ഷേ അവരുടെ അതിനോട് പ്രതിരോധിക്കാനുള്ള രീതിയാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ ആ സംഘടന നിരോധിച്ചതുകൊണ്ട് ഇവിടെ ഇല്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിപ്പോഴും പലയിടത്തും വളരെ നല്ല രൂപത്തിൽ തന്നെ, പത്തനംതിട്ടയിലൊക്കെ രൂപത്തിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. സംഘടന ആ പേരോടുകൂടി പ്രവർത്തിക്കുകയല്ല, ആ ആശയം ഇപ്പോഴുമുണ്ട്. ആ ആശയമാണ് ഇത്രയും കാലം ഇയാളെ ഒളിപ്പിച്ചത്. ആശയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ വളരെ കൃത്യമായി പലയിടത്തായി ഒളിപ്പിച്ചിരിക്കുന്നു. ഇയാൾക്ക് പാസ്പോർട്ട് എങ്ങനെ കിട്ടി? ഇയാൾ കുറേ കാലം പുറത്തു പോയിരുന്നു എന്നാണല്ലോ കോടതിയിൽ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെ പുറത്തു പോയി? ഏത് രൂപത്തിൽ പോയി? ഭാര്യയുടെ പേരിൽ ഉള്ള രേഖകളുമായിട്ടാണ് വാടകയ്ക്ക് ഇത്ര കാലം താമസിച്ചത്. അപ്പോൾ ഇതിനിടയ്ക്ക് വിവാഹം നടന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ആ പ്രതികൾക്ക് ഇപ്പോഴും കുറ്റബോധമില്ല. അതില്ല, പ്രതികൾ അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാൻ പറയുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കൂ സുജയ, ഒരു കാരണമില്ല. അവർക്ക് അവരുടേതായ കാരണം എന്ന് വെച്ചാൽ അവർ അതിനെ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അവർ അങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. RSS എങ്ങനെയാണോ RSSന്റെ വാദങ്ങൾ ന്യായീകരിക്കുന്നത്, അതേപോലെ ഇവർ ന്യായീകരിക്കുന്നു. രണ്ടും നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളല്ല. ഇവർ കുറച്ചുകൂടി തീവ്രമായ ആയുധം ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കും പോകുന്ന പ്രതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബിൽക്കിസ് ബാനുവിനെ 5 മാസം ഗർഭിണിയായ ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്ത് 3 വർഷം പ്രായമായ കുഞ്ഞിനെ തറയിലടിച്ച് കൊല്ലുമ്പോൾ പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു ഭാഗത്ത്. സമാനമാണ്, എതിർ അവയവങ്ങളാണ് ഛേദിക്കേണ്ടതെന്നാണ് അത്ര അവരുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. അത് പൂർണ്ണമായി പഠിക്കാത്തത് കൊണ്ട് ജോസഫ് മാഷിന് കാല് നഷ്ടപ്പെട്ടില്ല. മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ 4000 വോട്ട് തികച്ചു കിട്ടിയ മണ്ഡലം SDPAക്ക് ഇല്ല. അതായത് മുസ്ലിം ന്യൂനപക്ഷം SDPAയുടെ സ്വാധീനത്തിൽ വീഴുന്നില്ല. അതിനാണ് അടിവരയിടേണ്ടത്. കറക്റ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം 13 വർഷമായിട്ട് സവാദിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും പലതരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പെട്ടെന്ന് ഇന്നലെ സുപ്രഭാതത്തിൽ സവാദിനെ കൈയൊഴിയാൻ ഈ സഹായിച്ചുകൊണ്ടിരുന്നവർ കൈയൊഴിയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നു. അതിന് പിന്നിൽ ഈ പറഞ്ഞ സ്മൃതി വിശദീകരിച്ചതുപോലെ ആ ആശയത്തെ പിൻപറ്റുന്ന ആളുകളുടെ സഹായമാണ് ലഭിച്ചിട്ടുണ്ടാവുക. അത് 13 വർഷം ഇത്തരത്തിൽ പോലീസിനെയും ദേശീയ അന്വേഷണ ഏജൻസികളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പാർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അയാളുടെ ഒരു പിന്നെ കഴിവും അയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരൊരു കഴിവൊക്കെ ആയിട്ട് കണ്ടാൽ മതി. അതിനകത്ത് എന്തെങ്കിലും മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും ഇപ്പം പിന്നെ മാറിയിട്ടില്ലല്ലോ ഇന്ന് രാവിലെ. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വാഭാവിക കാര്യം മാത്രമാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ കണക്ക് PFI നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതൊരു ആശയം എന്നുള്ളതിലേക്ക് വളരെ സജീവമാണ്. ആ സംഘടനയെ നിരോധിക്കുന്നതുകൊണ്ട് ആശയം ഇല്ലാതാകുന്നില്ലല്ലോ. ആ ആശയം സഞ്ചരിച്ചു സിമിയുടെ കാര്യത്തിനകത്ത് ഏതാ സിമിയുടെ കാര്യത്തിനകത്തൊക്കെ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഭൂരിപക്ഷ വർഗീയതയെ നാം എത്രത്തോളം ശക്തമായി എതിർക്കുന്നു അതുപോലെ തന്നെ ശക്തമായി എതിർക്കേണ്ടത് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പ്രതിഫലനമാണെന്നുള്ള സിദ്ധാന്തം പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ പ്രതിഫലനമൊക്കെ എനിക്ക് മനസ്സിലാവുമെങ്കിൽ കൂടിയും പറഞ്ഞു തീർത്തോട്ടെ. ആ ന്യൂനപക്ഷമായ വർഗീയ ആശയങ്ങൾ പ്രചരിക്കുന്നതും സമൂഹത്തിന് ആശാസ്യമായൊരു കാര്യമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 വർഷങ്ങൾക്ക് മുമ്പ് കൈവെട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു നീതി നിർവഹണ സംവിധാനത്തെക്കുറിച്ചുള്ള ആശയത്തിന് ഒരു പിന്നെ വേരോട്ടവും പിന്നീട് ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളം ഉണർന്നു നിന്നു എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഏത് തരത്തിലാണ് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ഇപ്പോൾ ഖലിസ്ഥാൻ വാദം ഉണ്ടായിട്ടില്ലേ? ഖലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് സിഖ് ന്യൂനപക്ഷം അവർക്ക് വേണ്ട ഒരു രാജ്യത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു ആ തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, സിഖ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട്. ഒരു രക്തസാക്ഷി, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായി. നമ്മളത് അമർച്ച ചെയ്യുകയാണല്ലോ ചെയ്തു. ഒരു രാജ്യം എന്ന നിലയ്ക്ക് അതിൻ്റെ അഖണ്ഡത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും രാജ്യത്തിന് ത്രെട്ട് തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ തീവ്രവാദവും ഒരു പൊതുസമൂഹത്തിന്, മതേതരമായൊരു സമൂഹത്തിന് ഗുണപ്രദമാവുകയില്ല. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടാവുകയാണെങ്കിലും ഞാൻ അതിനെ വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും ഒരേപോലെ തന്നെ അപകടകരമാണ്. അതായത് നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചു SDPAയും RSSും അത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുള്ളൊരു വാചകം, അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇവിടെ ഈ കൈവെട്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രവാചകനെ നിന്ദിച്ചു, മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം RSS മതനിന്ദ എന്ന് പറഞ്ഞ് മറുഭാഗത്ത് കൈവെട്ടിയതോ കാല് വെട്ടിയതോ അറ്റ്ലീസ്റ്റ് ഒരു വിരൽ വെട്ടിയതെങ്കിലും കാണിച്ചു തരാമോ കേരളത്തിൽ?
RSS കേരളത്തിൽ ആ. മതനിന്ദ എന്ന വാദം വെച്ചുകൊണ്ട് കയ്യോ RSS കാലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിരലോ- എന്താണ്? ആ? RSSന്റെ പുസ്തകത്തിൽ ആർ പറയുന്നത് എസ് എസിന്റെ എന്താണ്? പുസ്തകത്തെ കുറിച്ചല്ല, ഞാൻ സംഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. RSSന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞത് എന്താണ്? SDPI യും RSSഉം ഒരേപോലെയാണ്. ആശയം ഒന്ന് തന്നെയല്ലേ? അല്ല, ആശയം പറയൂ, കുറിച്ചല്ലല്ലോ, മതനിന്ദ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ആഭ്യന്തര നമ്മൾ ശത്രുക്കൾ സംസാരിക്കുന്നത്. മതനിന്ദയല്ലേ? ആഭ്യന്തര ശത്രുക്കൾ ആ വിചാരധാര മാറ്റിവെക്കൂ. സംഭവം അതെങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? കേരളത്തിൽ എങ്ങനെയാണ്? അതെങ്ങനെ മാറ്റി വയ്ക്കും? കലാപം. ഗുജറാത്ത് മാഡം അവിടെ നിൽക്കൂ. കേരളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ RSS സെപ്പറേറ്റ് ആണോ? കേരളത്തിൽ RSS സെപ്പറേറ്റ് ആണോ? അല്ല, കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്തതിനെ കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും എന്താണ് കൂടുതൽ- സുജയ ഈ സംസാരിക്കുന്നത്? എന്താണ് സുജയ എന്നല്ല ചോദിക്കുന്നത്, കൃത്യമായ കാര്യമാണ്. കൃത്യമായ ഉത്തരവാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ മതനിന്ദ മാത്രമല്ല, മതനിന്ദ നിങ്ങൾ ഹിന്ദുവല്ല, അതിനാൽ നിങ്ങളെ വെട്ടിക്കൊല്ലുന്നു എന്ന് സുജയ ആദ്യം പറഞ്ഞുകൊണ്ട് ഡോക്ടർ RSS അരുൺ മതനിന്ദ അങ്ങനെ നടത്തുന്നത് പറയണ്ട. എങ്ങനെയാണെന്നല്ലേ ചോദ്യം? അല്ല, കേരളത്തിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് RSS ആരെയെങ്കിലും വെട്ടുകയോ കുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ അറ്റ്ലീസ്റ്റ് ഒരു കൈവിരൽ വെട്ടിയത് കാണിച്ചു തരാൻ പറ്റുമോ? ശരി, RSS മതനിന്ദ നടത്തിയതിന് 100 ഉദാഹരണങ്ങൾ ആ. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. കേരളത്തിലേതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലാണ് ഇത് കേരളത്തിൽ നടന്നത്. മാത്രമേ TJ RSS ഉണ്ടോ? കേരളത്തിൽ കേരളത്തിൽ RSS ഉണ്ടോ? നമ്മൾ കേരളത്തിൽ RSS ഉണ്ട്. RSS ഏറ്റവും കൂടുതൽ ശാഖകൾ കേൾക്കൂ, കേൾക്കൂ. കേരളത്തിലാണ്. ശരി, കേരളത്തിൽ RSSന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമുണ്ടോ? RSSന് ഒറ്റ സമീപനം ആണല്ലോ. രാജ്യത്ത് ശരി, രാജ്യത്തിന് ശരി, അനുകൂലമായ മതി, മതി, മതി. സമീപനമാണ്. അത് നിർത്തുന്നു. മതനിന്ദയെക്കുറിച്ചാണ് ഞാൻ കേൾക്കൂ, ചോദിക്കുന്നത്. കേൾക്കൂ, TJ ജോസഫിന്റെ ആ കൈ വെട്ടിയ മതനിന്ദയുടെ പോപ്പുലർ ഫ്രണ്ടിനെ കാര്യമാണ് പോലെ ഞാൻ ഈ RSS പറഞ്ഞത് ചെയ്ത ഒരു സുജയ. ആ സംഭവം കാണിക്കൂ. മതനിന്ദയുടെ കാര്യമാണ് പറഞ്ഞത്. RSSന്റെ മുഖപത്രമാണോ ഓർഗനൈസർ? ആ ഓർഗനൈസറിൽ എന്താണ് എഴുതുന്നത്? RSSന്റെ വിചാരധാരയിൽ എന്താണ് എഴുതുന്നത്? നിങ്ങൾ മറ്റു മതങ്ങളെ എങ്ങനെ കാണണമെന്നാണ് എഴുതുന്നത്? താങ്കൾ പറയൂ. ആ, അത് അതിന്റെ മതനിന്ദയല്ലേ? അടിസ്ഥാനത്തിൽ കേരളത്തിൽ അത് മതനിന്ദയല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ആളെയെങ്കിലും ഒരു മുസ്ലിമിനെയെങ്കിലും ആ. ഇതുപോലെ ആക്രമിച്ചതിന്റെ ഒരു സംഭവം കാണിക്കാൻ പറ്റുമോ? RSS പക്ഷേ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത് നോക്കൂ, particular നോക്കൂ, incident ഇല്ല, ആണ്. തീർന്നിട്ടില്ല, Particular തീർന്നിട്ടില്ല, incident ആണ്. തീർന്നിട്ടില്ല, Particular ആണിത്. നോക്കൂ, തീർന്നിട്ടില്ല. മതനിന്ദ ആരോപിച്ച് ഒരു ഭീകര സംഘടന കൈവെട്ടി ഒരു മനുഷ്യന്റെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി മതനിന്ദയുടെ പേരിൽ ആളുകളുടെ തലയറുക്കുന്നു. നിങ്ങൾ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു. മോബ് ലിഞ്ചിങ് നടത്തുന്നു. ഇന്ത്യയിലാണ്. അഖിലാഖിനെ കൊന്നത് എന്തിനാണ് സർ? ഞാൻ ചോദിച്ചതിന് താങ്കൾക്ക് മറുപടിയില്ല. അഖിലാഖിനെ കൊന്നത് എന്തിനാണ്? അഖിലാഖിനെ കൊന്നത് എന്തിനാണ്? ഞാൻ ചോദിച്ചതിന് ബീഫ് മറുപടി കൂട്ടക്കൊലകൾ പറയൂ. എന്തിനാണ്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. മറുപടി പറയുമ്പോൾ വാദങ്ങളെക്കുറിച്ചല്ല ഡോക്ടർ അരുൺ. കേരളത്തിൽ സുജയ പോപ്പുലർ ഫ്രണ്ട് പാർവതി ഉണ്ട്. സുജയ പാർവതി പോപ്പുലർ എല്ലാം കൊണ്ട് ഫ്രണ്ട് പറയിപ്പിക്കുകയാണ് സുജയ പാർവതി. പോപ്പുലർ നിങ്ങൾക്ക് ഫ്രണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് അഖിലാഖിന്റെ മരണത്തെക്കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ബീഫ് നിരോധനത്തിന്റെ പേരിൽ കേരളത്തിലടക്കം പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആരാണെന്നറിയാം. ഹലാൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നറിയാം. ഇവിടെ ഞാനൊരു മാധ്യമപ്രവർത്തകയിൽ ഇത് അറിയാതിരിക്കുന്നത് ആ എങ്ങനെയാണ്? മാധ്യമപ്രവർത്തക ആവണം. ആ, ആ താങ്കളെന്നെ മാധ്യമപ്രവർത്തകരുടെ പഠിപ്പിക്കേണ്ട. ചോദ്യമാണ് ഞാൻ എന്റെ വാദവും വീക്ഷണവും പറയാനുള്ളതല്ല. താങ്കൾ CPM-ന്റെ ആവണ്ട. താങ്കൾ CPM-ന്റെ ആവണ്ട. താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മറുപടി പറയുന്നത്. ഞാൻ ഇതിലെ എന്റെ കൃത്യമായ നിലപാടാണ് ഡോക്ടർ അരുൺ പറയുന്നത്. ഇത്രയും അസ്വസ്ഥനാകുന്നത് എന്തിനാണ്? ഞാൻ ചോദിച്ചത് RSS ഇവിടെ മതനിന്ദയുടെ പേരിൽ കേരളത്തിൽ എന്താണ് ചെയ്തത്? പറയൂ. ഫലിതമാണ് RSSന്റെ. അല്ല, കേരളത്തിൽ എന്താണ് ചെയ്തത്? ഇനി പറയാം മോബ് ലിഞ്ചിങ്ങിന്റെ കഥ. കേരളത്തിലെ പറയൂ. മോബ് ലിഞ്ചിങ്ങിന്റെ കഥ. കേരളത്തിലെ പറയൂ. ക്രിസ്തു സമുദായങ്ങളോട് ചെയ്ത കഥ. കേരളത്തിലെ പറയൂ. കേരളത്തിൽ നടക്കുന്നില്ല. എനിക്ക് നടക്കുന്നില്ല. കേരളത്തിൽ പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന് കഴിയും. കഴിയില്ല. കഴിയും. ഇടത് സർക്കാരിന്റെ കാലത്ത് പറയൂ, ഒന്നാണെങ്കിലും ഉണ്ടോ? ഒന്നാണെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ഉണ്ടായി. ചെയ്തത് പോപ്പുലർ ഫ്രണ്ട്. രണ്ടാമത്തെ ഇൻസിഡന്റ് പറയൂ. ആ, രണ്ടാമത്തെ പോപ്പുലർ ഫ്രണ്ട് ഇൻസിഡന്റ് പറയൂ. ചെയ്തു. രണ്ടെന്നല്ല, ഒന്ന് പോലും ഉണ്ടാകാൻ പാടില്ല. പറയൂ. പോപ്പുലർ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ചെയ്തതേ. താങ്കൾ എന്തിനാ പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും വിരളി പിടിക്കുന്നത് എന്തിനാണ്? ഡെഫിനറ്റ്ലി പോപ്പുലർ ഫ്രണ്ട് പറയാൻ ആര് വിരൽ പിടിച്ചു? നിങ്ങൾ പോപ്പുലർ രണ്ടുപേരും ഫ്രണ്ട്. വാദിക്കുകയല്ലേ? നോക്കൂ സുജയ പാർവതി, നിങ്ങൾക്ക് അടിസ്ഥാനമായി പറയുന്നത് മനസ്സിലാവുന്നേ RSSനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ആ. അതിന്റെ താങ്കൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് നന്നായി അറിയാം. RSS മതനിന്ദ നടത്തുന്നില്ല എന്ന നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയൂ. ഞാൻ എടുക്കുന്നില്ലേ? പറഞ്ഞത് മതനിന്ദയുടെ പേരിൽ കേരളത്തിൽ ശരി. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പ്രേക്ഷകരോട് തന്നെയാണ് പറയുന്നത്. മതനിന്ദ ആരോപിച്ചുകൊണ്ട് പ്രൊഫസർ TJ ജോസഫ് എന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ ഭീകര സംഘടനയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ആ നിരോധിത സംഘടനയുമായി SDPI-യുമായി RSSനെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെയാണ് ഞാൻ എതിർത്തത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ സുജയ പാർവതി ഈ ഫാൾസ് ലോജിക്കിന്റെ ഒരു False ഉസ്താദാണ്. logic അല്ല. കേരളത്തിൽ SDPI ചെയ്യുന്നത് പോലെയാണ് RSS ഈ കൈവെട്ടുന്നത് പോലെയാണ് എന്ന് ഈ പാനലിൽ ഇരിക്കുന്ന ഒരാളും പറഞ്ഞില്ല. ആശയപരമായി വാദം വാക്കേ പറഞ്ഞിട്ടില്ല. കേരളം എന്ന വാക്യോദ്ദേശം നിങ്ങൾ കേരളം എന്ന വാക്ക് കേരളത്തിൽ നടന്ന കൊണ്ടുവരുന്നതോടുകൂടി സംഭവത്തെക്കുറിച്ചാണ് ചർച്ച. അത് വേറെ ഉദ്ദേശമാണ്. കേരളത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ചർച്ച. ഉദ്ദേശം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശവും മനസ്സിലാകും. വിജയ പാർവതി, ആരാണ് ആർക്ക് വേണ്ടി കേരളത്തിൽ സംസാരിക്കുന്നത്? RSSനോ പോപ്പുലർ ഫ്രണ്ടിനോ കേരളത്തിൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു മണ്ണല്ല. ആ മണ്ണങ്ങ് ഉത്തർപ്രദേശിലേ ഉള്ളൂ. ആ മണ്ണങ്ങ് അഖിലാഖിന്റെ നാട്ടിലേ ഉള്ളൂ. ആ മണ്ണ് ഈ പറയുന്ന മോബ് ലിഞ്ചിങ് നടത്തുന്ന ആദിവാസി ഊരുകളിലേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ. അത് കേരളത്തിലില്ല. രൂപപ്പെട്ടിട്ടില്ല. സംഘപരിവാറിന്
ഇല്ല, ഒരെണ്ണം പോലും Popular ഇല്ല. Front ന്റെ പരുവപ്പെട്ടു. 12 പ്രതികളിൽ 6 പ്രതികളെയും പിടികൂടിയത് കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ്. അതിൽ 13ാമത്തെ ഈ 1ാമത്തെ പ്രതി പിടികൂടിയിരിക്കുന്നതും കേരളത്തിൽ നിന്നാണ്. ആ പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കിയതും ഇതേ കേരളത്തിലെ പോലീസിംഗ് ആണ്. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പോലീസിന്റെ ഇടപെടലുണ്ടായി. എവിടെയാണ് കേരള പോലീസ് ഏത് തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ഒരു കണക്ക് പറയൂ താങ്കൾ. RSS പ്രവർത്തിക്കുന്നത് അങ്ങനല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഞാനതാണ് കൈവെട്ടിയ സവാദ് ഒളിവിൽ പോയത് ഇടത് സർക്കാരിന്റെ കാലത്താണ്. 2010 പറഞ്ഞതിനുള്ള വിയോജിപ്പായി ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. അതിൽ എൻ്റെ ലളിതമായ വിയോജിപ്പ് ഇത്രയേ ഉള്ളൂ. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടും. അത് അപകടകരമാണ്. രാഷ്ട്രീയാധികാരമുള്ള ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ഹിംസാത്മകമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ലാണ് എൻ്റെ ലളിതമായ വിയോജിപ്പ് ഞാൻ പറഞ്ഞത്. അതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സംഭവിക്കുന്നത്. അവിടെയാണ് സുജയയുടെ പ്രധാനപ്പെട്ട ചോദ്യം. RSS മതനിന്ദ നടത്തുന്നുണ്ടോ? RSS നടത്തുന്നത് അത് മാത്രമാണ്. താങ്കളുടെ അഭിപ്രായമാണ്. അല്ലല്ല, എങ്കിൽ തിരിച്ചു തെളിയിക്കൂ. താങ്കളുടെ അഭിപ്രായം ആഭ്യന്തര ശത്രുക്കൾ നിഷേധിക്കൂ. പോപ്പുലർ ഫ്രണ്ട് മതനിന്ദ, പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞാണ് കൈവെട്ടിയത്. അല്ലാതെ വ്യക്തിവിദ്വേഷത്തിന്റെ പേരിലല്ല. സുജയ പറഞ്ഞത് ഫാക്ട് ആണ്. അല്ലെങ്കിൽ നിഷേധിക്കൂ. പോപ്പുലർ ഫ്രണ്ട് അല്ലേ കൈവെട്ടിയത്? കൈവെട്ട് കേസിലെ വിചാരധാരയിലേക്ക് പോകും, ഗുജറാത്തിലേക്ക് പോകും. ഇതാണ് സ്ഥിരം ചെയ്യുന്നത്. കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ള ധൈര്യമില്ല. RSSന്റെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടെ പോപ്പുലർ നടക്കുന്നുണ്ടോ ഫ്രണ്ടിനെ തള്ളി പറയാനും അതുണ്ടാവണം. കേരളത്തിൽ നിങ്ങളുടെ പരിപ്പ് വേവില്ല സുജയ. അതെ അതെ, അല്ലല്ല, അത് സുജയുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ആവും. നിങ്ങൾ മതേതരത്വത്തിനെതിരെ വർഗീയത സംസാരിച്ചാൽ BJP ആവും. അതാണ് പ്രധാനപ്പെട്ട നോക്കൂ, പാടില്ല. സുജയുടെ ചോദ്യം സ്പെസിഫിക്കായി കൈവെട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തെ ഒരു വർഗീയ കലാപ ഭൂമിയാക്കാൻ വേണ്ടി കൃത്യമായ പദ്ധതിയോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള സംഘടനയാണ് RSS. അത് നമ്മൾ തലശ്ശേരി കലാപത്തിൽ 63 മുസ്ലിം പള്ളികളാണ് തലശ്ശേരി കലാപത്തിൽ കത്തിനശിച്ചത്. ഒരാൾ മരിക്കുന്ന കാരണം കൂടി അറിയണം. എന്തായിരുന്നു അതിനുശേഷം മാറാട് കൂട്ടക്കൊല, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കേരള ചരിത്രത്തിലുണ്ട്. നേരത്തെ അരുൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അഖ്ലാഖിൻ്റെ മരണം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മതനിന്ദയുടെ തന്നെ തെളിവാണ്. കാരണം അദ്ദേഹം പശുമാംസം വീട്ടിൽ സൂക്ഷിച്ചു എന്ന ആരോപണത്തിൽ അത് പശുമാംസം അല്ല എന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ വളരെ കൃത്യമായും ആസൂത്രണത്തോടു കൂടിയും RSS ഈ മണ്ണിലടക്കം, രാജ്യത്തിൻ്റെ മണ്ണിൽ പ്രത്യേകിച്ച് ഈ മണ്ണിലടക്കം വർഗീയത വളർത്താനും ഒപ്പം തന്നെ ആ നിലയിൽ കൊലപാതകങ്ങളും മറ്റ് അക്രമ സംഭവങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ള സംഘടന തന്നെയാണ്. പിന്നെ ഇവിടെ നേരത്തെ സ്മൃതി ബന്ധിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു കൈവെട്ട് കേസ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കൈവെട്ട് കേസിനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സാധ്യമാകാത്ത വിധത്തിൽ ഈ മതേതര മണ്ണ് പ്രതികരിച്ചു അതിനോട്. അത് മറ്റൊരു ഭൂമിയിലാണെങ്കിൽ സാധ്യമാകുമായിരുന്നില്ല. ഈ കേരളം അതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാൻ. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വൈകിയതിൽ വീഴ്ചയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4, നോ എന്ന് 1. Meet the editors.